നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന നമ്മുടെ രക്ഷയുടെ ദൈവമായ ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ബഹുമാന്യരായ ദൈവദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരുമിച്ച് പിന്നെയും ദൈവസന്നിധിയിൽ കൂടി വന്ന് കർത്താവിനെ വാഴ്ത്തുവാനായി ദൈവം നമുക്ക് അനുവദിച്ച ഈ വിലയേറിയ സമയത്തിനായിട്ട് സ്തോത്രം. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യാതെ, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യാതെ, നമ്മുടെ സ്വഭാവത്തിനൊത്തതുപോലെ നമ്മോട് തിരിച്ച് ഇടപെടാതെ നമ്മെ ദിവ്യ സ്വഭാവത്തിൽ കരുണയോടെ കൈക്കൊണ്ട ദൈവത്തെ വാഴ്ത്തുകയാണ്. വീണ്ടും നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെതിനോട് അനുരൂപമായി രൂപാന്തരപ്പെടുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് കർത്താവിനോട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒടുവിലത്തെ അധ്യായങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. We are making a voyage through the last chapters of Revelation. സ്തോത്രം. അവിടുത്തെ പ്രധാന വിഷയം ഇറ്റേണിറ്റി, നിത്യതയാണ്. We are created not for time but for eternity. നാം സമയത്തിന് വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. സ്തോത്രം. We are in a journey to eternity. നിത്യതയിലേക്കുള്ള യാത്രികരാണ് നാം. അതുകൊണ്ടാണ് സിയോൻ യാത്രികർ എന്നൊക്കെ നമ്മെ വിളിക്കുന്നത്. സിയോൻ സഞ്ചാരികൾ. നാം സഞ്ചാരികളാണ്. We are just passing through this world. This is not our permanent place. ഇവിടെ നമുക്ക് സ്ഥിരമായി നിൽക്കുന്നതൊന്നുമില്ല. നമ്മളും ഇവിടെ സ്ഥിരവാസക്കാരല്ല. നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുന്നുവെന്ന് മാത്രം. നാം യാത്ര ചെയ്യുന്നത്, സ്തോത്രം, നിത്യതയിലേക്കാണ്. നിത്യതയിലേക്കാണ്. സ്തോത്രം. അതേ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. When we reach eternity, we are now dealing with this topic, this theme. When we reach eternity, what shall we do? നാം എന്താണ് നിത്യതയിൽ ചെയ്യാൻ പോകുന്നത്? Many people have very diverse understandings, very funny thoughts about eternity. നിത്യതയെക്കുറിച്ച് പലർക്കും ഒത്തിരി രസാവഹമായ ചിന്തകളുണ്ട്. നമുക്ക് നിത്യതയെക്കുറിച്ച് ചെറിയ ഒരു ഗ്ലിംസ് മാത്രമേ ഉള്ളല്ലോ, ഒരു ചെറിയ സൂചന മാത്രമേ ഉള്ളല്ലോ. അതുകൊണ്ട് തന്നെ അജ്ഞത കൊണ്ട്, ഇഗ്നോറൻസ്, അജ്ഞത കൊണ്ട് പലരും നിത്യതയെക്കുറിച്ച് തെറ്റായി ധരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ചിലതാണ് heaven or eternity will be a boring place. പലരും കരുതുന്നത് സ്വർഗം ഏറ്റവും മുഷിച്ചിലുണ്ടാക്കുന്ന സ്ഥലമാണെന്ന്. Some other people think it is just like a long, dead, boring church service. ഇപ്പോ ഉണ്ടല്ലോ, ഒരു ജീവനില്ലാത്ത ചത്ത
ഒത്തിരി നേരെ എടുക്കുന്ന ഒരു സഭായോഗം പോലെ ആയിരിക്കുമെന്ന്. ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇരിക്കുന്നവർക്കൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേക്കാം. ചിലരെ സാക്ഷ്യം പറയാൻ തുടങ്ങിയാലും അതുപോലെയാ. ചിലര്, ഞങ്ങളെപ്പോലെയുള്ള ചിലര് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ. ഓ, ആരാ പ്രസംഗിക്കുന്ന ഇന്നയാളാ, ഓ എന്നപ്പൻ ഇപ്പോഴേ കയറുന്നില്ല, ഇപ്പോഴേ കയറുന്നില്ല. ചിലര് പറയും ഒന്ന് എളുപ്പം നിന്നായിരുന്നെങ്കിൽ. ഇപ്പം ബോറിങ്ങാ സഭായോഗത്തിനൊക്കെ ഇരിക്കുന്നത്, പക്ഷെ ഭയങ്കര മുഷിച്ചിലുണ്ടാക്കുന്ന. ഇതുപോലെയാണ് സ്വർഗമെന്നാ കരുതുന്നത്. ഇവിടെ ആണെങ്കിൽ കുറഞ്ഞപക്ഷം വെള്ളം കുടിക്കാനെന്നും പറഞ്ഞെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകാം, വാഷ്റൂമിൽ പോകാനാണെന്നും പറഞ്ഞെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകാം, അർജന്റ് കോള് വന്നെന്നും പറഞ്ഞെങ്കിലും മൊബൈലും എടുത്തുകൊണ്ട് പുറത്തൊന്ന് പോകാൻ പറ്റും. അവിടാണ് ഇതൊന്നും പറ്റത്തില്ല. സ്തോത്രം. അവിടുത്തെ പാസ്റ്ററും വേറെയാണ്. അപ്പൊ അവിടെ ഇതൊന്നും സാധ്യമല്ല. അതുകൊണ്ട് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള, ഭയങ്കര മുഷിച്ചിലുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം എന്ന് പലരും കരുതുന്നുണ്ട്. സ്തോത്രം. പലരും കരുതുന്നുണ്ട്. മറ്റു ചിലര് സ്വർഗത്തെക്കുറിച്ച് കരുതുന്നത്, ഞാൻ പറഞ്ഞു കേട്ടിട്ടും വായിച്ചിട്ടുമുണ്ട്, ഇറ്റ് ഈസ് ബെറ്റർ ടു go to hell and enjoy with friends than going to heaven and staying with strangers. പരിചയമില്ലാത്ത ആൾക്കാരുമൊത്ത് സ്വർഗത്തിൽ മൗനമായി ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ എന്ത് സുഖാണെന്നറിയാവോ നരകത്തിൽ പോയിട്ട് കൂട്ടുകാരുമൊത്ത് ആഹ്ലാദിക്കുന്നതെന്ന്. നമ്മളതിനൊക്കെ മറുപടി നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും മറുപടി ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. നരകത്തിൽ അങ്ങനെയൊന്നും പോയി കൂട്ടുകാരുമൊത്ത് കറങ്ങാൻ പറ്റുന്ന സ്ഥലമൊന്നും അല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല എന്ന് മാത്രം. അപ്പം ഇങ്ങനെയൊക്കെ വേഗായിട്ടുള്ള, വളരെ വികലമായിട്ടുള്ള ചിന്താഗതികൾ സ്വർഗത്തെക്കുറിച്ച് പലർക്കുണ്ട്. ചിലരൊക്കെ ഈ നിത്യതയിലെ ആരാധന, നമ്മൾ അവിടെ ദൈവത്തെ സ്തുതിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളപ്പം യോഗം കഴിഞ്ഞിട്ടും വന്ന് തലയും ചൊറിഞ്ഞ് മുഖമൊക്കെ വല്ലാതെ വളിപ്പിച്ചു വെച്ചോണ്ട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്ററെ ആ പറഞ്ഞ് സത്യമാണോ? അവിടെ ആരാധന മാത്രമേ ഉള്ളോ? ഇവിടെ 2.5 മണിക്കൂർ തള്ളി നീക്കുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം. പണ്ട് സമയമില്ലായിരുന്നു, തുടങ്ങാനേ സമയമുള്ളായിരുന്നു, തീരാൻ സമയമില്ലായിരുന്നു. പിന്നെ അത് കുറഞ്ഞ് പിന്നെ ഒരു 3 മണിക്കൂർ അങ്ങ് ഫിക്സ് ആക്കി, 10 to 1, 10 തൊട്ട് 1 വരെ എന്ന് 3 മണിക്കൂർ അങ്ങ് ഉറപ്പിച്ചു. പിന്നെ ഇപ്പം അത് 2 മണിക്കൂറിലേക്കൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. ചിലയിടത്തൊക്കെ 1.5 മണിക്കൂറേ ഉള്ളൂ. അതും നോൺ മലയാളം സർവീസ് ആണെങ്കിൽ പിന്നെയും കുറയും. പലയിടത്തും മലയാളം സർവീസ് ആണെങ്കിൽ പിന്നെ ഇച്ചിരി 2 മണിക്കൂറൊക്കെ. അപ്പം ഈ 2 മണിക്കൂറോ അല്ലെ പോട്ടെ 3 മണിക്കൂറോ സഭായോഗത്തിന് ഇരിക്കുന്നതിന്റെ ബന്ധപ്പാട് ഞങ്ങൾക്കറിയാം. അപ്പോഴാ സ്വർഗത്തിൽ ആരാധന മാത്രമേ ഉള്ളെന്ന് പറയുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ചിലരോട് ചോദിച്ചിട്ടുണ്ട്, അപ്പം പോണോ വേണ്ടായോ എന്ന് തീരുമാനിക്കാൻ സമയം ഉണ്ടായിരിക്കും അല്ലേ? അവിടെ ആരാധന മാത്രമേ ഉള്ളെങ്കിൽ, അവിടെ നോൺ സ്റ്റോപ്പ് വർഷിപ്പ് ആണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോണോന്ന് ഒന്നും കൂടെ ചിന്തിക്കാമെന്ന്. ഇവിടെ ഇപ്പം ചിലരൊക്കെ നോൺ സ്റ്റോപ്പ് വർഷിപ്പ് എന്നൊക്കെ പറയാറുണ്ട്. 40 മണിക്കൂർ, 24 മണിക്കൂർ, അങ്ങനെയൊക്കെ ചില പ്രോഗ്രാമുകളാ, പെർഫോമൻസാ.
അപ്പം സ്വർഗത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. വേറെ ചിലരാണെങ്കിൽ കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ മേഘത്തിലൊക്കെ ഇങ്ങനെ പോയി അങ്ങ് ഫ്ലോട്ട് ചെയ്ത് നടക്കാവുന്ന അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികളാണുള്ളത്. എന്നാൽ അവിടെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ഒരു സൂചനയ്ക്കകത്ത് നിന്നുകൊണ്ട് നാം സ്വർഗത്തിലെ നമ്മുടെ കർമ്മം, ക്രിയകൾ നാം അവിടെ എന്ത് ചെയ്യും എന്നുള്ളത് ഒന്ന് വിലയിരുത്തുന്നത്. So there is a vague understanding about our works or what shall we do in heaven. We have only a bit glimpse of heaven or of eternity. Within that glimpse, we are trying to understand what shall be our business in heavens, in eternity. നമുക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് നാം ഇത് നോക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒന്നും കൂടെ നമുക്ക് വെളിപ്പാട് 21:3 വാക്യം വായിക്കാം. 21:3 Revelation. And I heard a loud voice from the throne saying, Now the dwelling of God is with men, and he will live with them. They will be his people, and God himself will be with them and be their God. മനുഷ്യരോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം അവർ ഒരുമിച്ച് വസിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് നാം അവിടെ കാണുന്നത്. അതിപ്പോൾ ഒരു വാക്യം വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്നലെ രാത്രി വരെ ചിന്തിച്ചത് ഓർമ്മ കാണുമല്ലോ. എളുപ്പം ഒന്ന് ഓർമ്മപ്പെടുത്താമോ? സ്വർഗത്തിൽ നാം ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം perpetual learning about God. പെർപച്വൽ ലേണിംഗ് ഓഫ് ഗാഡ്. ദൈവത്തെക്കുറിച്ചുള്ള നിരന്തരമായ മനസ്സിലാക്കൽ. ഒരു ബൈബിൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് പോലെ തിയോളജി ഒന്നും പഠിക്കാതിരിക്കത്തില്ല. പകരം ദൈവത്തിൻ്റെ ആളത്വത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. എ പെർപച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഗാഡ്. ദൈവത്തെ നമ്മളിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കും. നിത്യത മുഴുവനും മനസ്സിലാക്കിയാലും മുഴുവനും ആകത്തില്ലെന്നുള്ളതാണ് സത്യം. ഓക്കെ, സെക്കൻഡ് വൺ. 2, The depth of the love of God. Praise God. We will be learning and tasting the depth of the love of God. We will be grasping the nature, depth, height, width of the eternal love of God. നിത്യമായ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ നാം ഗ്രഹിക്കുകയും നുകരുകയും ആസ്വദിക്കുകയും ചെയ്യുകയായിരിക്കും നിത്യത മുഴുവൻ. അത് നിത്യ സ്നേഹമായതുകൊണ്ട് നാം നിത്യത മുഴുവനും ഇരുന്ന് മനസ്സിലാക്കിയാലും ദൈവസ്നേഹത്തെക്കുറിച്ച് മുഴുവനും ആയി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. സ്തോത്രം. All through the eternity we will be actually, we will be grasping and enjoying the in-depth love of God, the eternal love of God. മൂന്നാമത്തെ കാര്യം, celebrating the sacrificial death of Jesus on the cross. Praise God. Along with the love of God, we cannot separate
the atoning sacrifice of Christ on the cross from the love of God. ദൈവസ്നേഹത്തിൽ നിന്നും മാറ്റിവെക്കാൻ കഴിയാത്ത കാര്യമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പാപപരിഹാരയാഗം. നമ്മൾ ആ പാപപരിഹാരയാഗത്തെ ആഘോഷിക്കുകയാകും നിത്യത മുഴുവനും. സ്തോത്രം. നമ്മളതിൽ കണ്ടു. ഇന്ന് നമ്മൾ പാടുന്ന പല പാട്ടുകളും ഇവിടം കൊണ്ട് തീരും. ഇപ്പോൾ പോലും നമുക്ക് പല പാട്ടുകളും പാടാൻ പ്രയാസമാണ്. സ്തോത്രം. എന്നാൽ ഇവിടെയും അവിടെയും ഒരുപോലെ പാടുന്ന ഒറ്റ പാട്ട് അല്ലെങ്കിൽ രണ്ട് പാട്ട്. ഒന്ന് ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ളത്, രണ്ട് ക്രിസ്തുവിന്റെ ക്രൂശിനെ കുറിച്ചുള്ളത്. സ്തോത്രം. Only two thematic songs shall we sing in eternity. One is about the love of God, and the other is about the sacrifice of Christ. There are a few more that we'll learn later. മറ്റു ചില പാട്ടുകളും കൂടെ കേൾക്കാമോ? കേൾക്കാം. പക്ഷെ ക്യാമറ ക്ലിയർ അല്ല. പതിവില്ലാതെ ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി പോയി. ഇപ്പൊ കുഴപ്പമില്ലല്ലോ, അത്യാവശ്യം കാണാമല്ലോ. അപ്പോൾ നമ്മള് പറഞ്ഞു വന്നത് നമ്മൾ അവിടെ ചെന്നാൽ പാടുന്ന പാട്ടുകളെ കുറിച്ച്, നിത്യതയിൽ നാം എത്തിയാൽ പാടുന്ന പാട്ടുകളെ കുറിച്ച്. അതിൽ രണ്ടെണ്ണത്തെ കുറിച്ച് നമ്മളിപ്പോൾ കണ്ടു. ഒന്ന് ദൈവസ്നേഹം. സ്തോത്രം. മറ്റൊന്ന് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം, ത്യാഗം. ഈ രണ്ട് ഗാനങ്ങൾ വേറെയും ചില നമ്മൾ പാടും, അതിനെക്കുറിച്ച് അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇപ്പോൾ പഠിച്ചതനുസരിച്ച് രണ്ട് പാട്ടുകളാണ്. അപ്പോൾ തീർച്ചയായും നാം എപ്പോഴും ഓർക്കേണ്ടത് ക്രിസ്തുവിന്റെ ത്യാഗത്തെക്കുറിച്ചാണ്, ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ്. ക്രിസ്തുവിന്റെ ത്യാഗം, ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. നിത്യത മുഴുവനും നാം അത് പാടിക്കൊണ്ടിരിക്കും. സ്വർഗത്തിലെ നിത്യതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം തന്നെ അതായിരിക്കും. നമ്മളത് പഠിച്ചിട്ടുണ്ട്, വിവരിക്കുന്നില്ല. ക്രിസ്തുവിന്റെ ശരീരത്തിലെ പഞ്ചമുറിവുകൾ, യേശുവിന്റെ ശരീരത്തിലെ 5 മുറിവുകൾ, നിത്യത മുഴുവനും അത് നിലനിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. All through the eternity, Christ will be having the 5 piercing
marks in his body. That's why we see Jesus Christ in Revelation 5 as the Lamb who was slain. യേശുക്രിസ്തു നിത്യത മുഴുവനും അഗമ്യമായ പ്രകാശത്തിൽ കർത്താവ് വസിക്കുകയാണെങ്കിൽ കൂടെ, തേജോമയനാണെങ്കിൽ കൂടെ, ആ തേജസ്സിന് മറയ്ക്കാൻ ഒക്കാത്ത പഞ്ചമുറിവുകൾ യേശുവിന്റെ ശരീരത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് വെളിപ്പാട് 1:7 നമ്മൾ വായിക്കുന്നത്, കർത്താവ് തേജസ്സിൽ വരുമ്പോൾ അന്ന് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന മനുഷ്യർ കർത്താവിനെ എങ്ങനെയാ തിരിച്ചറിയുന്നത്? കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. The piercing marks will be the identity of Jesus Christ when Christ returns, as per Revelation 1:7. അതുപോലെ തന്നെ വെളിപ്പാട് 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ യേശുക്രിസ്തുവിനെ ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് കാണുന്നു. അതും എങ്ങനെയുള്ള കുഞ്ഞാട്? അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് വെച്ചാൽ എ ബ്ലീഡിംഗ് ലാംബ്, an atoning lamb. That atonement of Jesus Christ will all through the eternity be remembered and celebrated. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗത്തെ നിത്യത മുഴുവനും ഓർക്കുകയും നിത്യത മുഴുവനും ആഘോഷിക്കുകയും ചെയ്യും. കാരണം മാനവ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് യേശുക്രിസ്തുവിന്റെ കന്യകാജനനവും പരിശുദ്ധ ജീവിതവും ക്രൂശിലെ പാപമില്ലാത്ത മരണവും ഉയർത്തെഴുന്നേൽപ്പും. സ്തോത്രം. സൃഷ്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. സ്തോത്രം. That is the climax. The redemptive work completed on the cross. യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തി, അതാണ് സൃഷ്ടിയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്തോത്രം. 4-ാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചിരുന്ന ഓർക്കുന്നത് അല്ലേ? അതോ ഇല്ലയോ? നിത്യതയിൽ നാം എത്തിയാൽ ചെയ്യുന്ന അടുത്ത കാര്യം വല്ലതും ചിന്തിച്ചു? അതോ ഇത്രയും കൊണ്ട് നമ്മൾ നിർത്തുകയായിരുന്നു? നിത്യതയിൽ പാടുന്ന പാട്ടുകൾ. സ്തോത്രം. അപ്പൊ ഈ 3-ാമത്തേതിനോട് ചേർത്ത് വെച്ചായിരുന്നു 4-ാമത്തേത് നമ്മൾ ചിന്തിച്ചത്. ദ സോങ്സ് വി വിൽ സിംഗ് ദെയർ. അതിനെക്കുറിച്ച് നമ്മൾ വാക്യങ്ങൾ എടുത്ത് തന്നെ കണ്ടു. നമുക്കതിനെ ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം, വീണ്ടെടുപ്പിന്റെ ഗാനം, കുഞ്ഞാടിന്റെ പാട്ട്. സ്തോത്രം. ദ സോങ് ഓഫ് ദ ലാംബ് ഓഫ് ഗാഡ്. സ്തോത്രം. ദ സോങ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ ഗാനം. ഞാൻ പല പ്രാവശ്യം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതുപോലെ, സ്തോത്രം, ഭക്തൻ പറയുന്നു, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്. സ്തോത്രം. ആ പാട്ട് ഏതാണെന്ന് തുടർന്ന് പാട്ടുകാരൻ പറയുന്നു, കാൽവറി ഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹം എൻ ഗാനമേ. ഈ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഗാനമാണ് നമ്മൾ അവിടെ പാടുന്നത്. സ്തോത്രം. നിത്യതയിൽ മുഴുവനും നാം പാടിക്കൊണ്ടേയിരിക്കും. സ്തോത്രം. സ്തോത്രം. പാടിക്കൊണ്ടേയിരിക്കും നാം അവിടെ പാടുന്ന പാട്ടുകൾ.
വൈണികന്മാർ വീണമിട്ടുന്നത് പോലെ, മ്യൂസിഷ്യൻസ്, സംഗീതക്കാർ സംഗീതം മീട്ടുന്നത് പോലെ വിശുദ്ധന്മാർ ഒരുമിച്ച് അവിടെ പാടും. We have seen from chapter 5 Revelation, 5-ാമത്തെ അധ്യായത്തിൽ നിന്നും നമ്മൾ കണ്ടിരുന്നു, ഓർമ്മ കാണുമല്ലോ, അവിടെ 4 ജീവികൾ പാടുന്നുണ്ട്. For creatures singing, 24 elders singing, 24 മൂപ്പന്മാർ പാടുന്നു. പിന്നെ അനവരതം ദൂതന്മാർ, innumerable angelic beings singing. Then all the redeemed, വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും കൂടെ പാടുന്നു. 5-ാമത് നമ്മൾ കണ്ടു all creation singing, സകല സൃഷ്ടികളും കൂടെ പാടുന്നു. സ്തോത്രം. അപ്പം സ്വർഗത്തിലെ പാട്ടിന്റെ അനുഭവമാണ് നാം അവിടെ കാണുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. സ്തോത്രം. 5, സ്വർഗത്തിൽ നാം എന്ത് ചെയ്യാൻ പോവുക? What shall we do there? Eternity will not be enough for us to grasp the manifold wisdom of God. Eternity will not be sufficient for us to comprehend, acknowledge the manifold wisdom of God. നമ്മുടെ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനത്തെ ഗ്രഹിച്ചറിയുവാൻ നമുക്ക് നിത്യതയും പോരാതെ വരും. എന്ന് വെച്ചാൽ നാം നിത്യതയിൽ എന്താ ചെയ്യുന്നത്? നെക്സ്റ്റ് ലേണിംഗ് ഈസ് അബൌട്ട് the manifold wisdom of God. സൃഷ്ടി മുതൽക്ക് വീണ്ടെടുപ്പിന്റെ പൂർണ്ണത വരെ ദൈവം നിവർത്തിച്ച പലതിലൂടെയും സർവജ്ഞനായ ദൈവത്തിൻ്റെ അനുപമമായ നിസ്തുലമായ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടുണ്ട്. അതിനെ പൗലോസ് ശ്ലീഹ വിളിക്കുന്നത് ദൈവത്തിൻ്റെ, ഓർമ്മയുണ്ടോ? ബഹുവിധമായ ജ്ഞാനം. ബഹുവിധമായ ജ്ഞാനം. വായിക്കാമോ? എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ. എഫേഷ്യൻസ് 3:10-11. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം. സ്തോത്രം. ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം. നമ്മളതേക്കുറിച്ചും നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം വേണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ പലർക്കും ഓർമ്മ കാണുകയും ചെയ്യും. വിശദീകരണം വേണോ? വേണ്ടായിരിക്കുമല്ലോ. അഥവാ വേണമെങ്കിലും ചോദിച്ചേക്കണേ, പറഞ്ഞേക്കണേ. നിത്യതയിൽ നമ്മൾ ചെയ്യുവാൻ പോകുന്ന 5-ാമത്തെ വിശദീകരണം, വിവരണം, അത് നമ്മൾ മനസ്സിലാക്കാൻ പോകുകയായിരിക്കും. നമ്മൾ മാനിഫോൾഡ് ബ്ലെസ്സിങ്സ് എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് പ്രാർത്ഥനയിലും. ഓക്കെ സ്തോത്രം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത്
മെനിഫോൾഡ് എന്ന അർത്ഥത്തിൽ മാനിഫോൾഡ് വിസ്ഡം. അവർ ഗാഡ് ഈസ് ഒംനീഷ്യന്റ് ഗാഡ്. നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ തുടങ്ങി. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ തുടങ്ങി നിത്യതയുടെ സ്ഥാപനത്തിൽ വരെ കാണുവാനായിട്ട് സാധിക്കും. സ്തോത്രം. നിത്യതയുടെ സ്ഥാപനത്തിൽ വരെ. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവത്തിന്റെ ജ്ഞാനത്തിനൊരു അന്തവുമില്ല. ദൈവം സൃഷ്ടി മുതൽ, അതായത് സൃഷ്ടിപ്പ് മുതൽ, അഥവാ ദ ക്രിയേറ്റഡ് യൂണിവേഴ്സ്, സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം മുതൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ വെളിപ്പെട്ടു വരുന്നു. കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഓക്കെ. വായിച്ചാട്ടെ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ. സ്തോത്രം. ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവും ദൈവം പ്രപഞ്ച സൃഷ്ടി മുതൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂശിൽ കണ്ടു ഞാൻ, എന്താ ബാക്കി? ഒരു പാട്ടുണ്ടല്ലോ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. എന്നിട്ട് അതിലൊരു സ്റ്റാൻസ പറയുന്നത്, സൃഷ്ടികളിൽ കണ്ടു ഞാൻ നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിന്റെ പൂർണ്ണതയും. ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെട്ട ആദ്യത്തെ ഇടം സൃഷ്ടിപ്പാണ്. ഇറ്റ് വാസ് ഇൻ ക്രിയേഷൻ. God's wisdom was exhibited at first. Okay? God's creation. ദൈവത്തിന്റെ ജ്ഞാനത്തിൻ പ്രദർശനം നടക്കുന്ന ഒന്നാമത്തെ ഇടം എന്ന് പറയുന്നത് സൃഷ്ടിപ്പാണ്. But that was just a beginning. ഈ സൃഷ്ടിപ്പിലൊക്കെ നോക്കിയാൽ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനം കാണാം. അപ്പൊ ഈ സൃഷ്ടിപ്പിൽ തുടങ്ങി ദൈവത്തിന്റെ ജ്ഞാനം ഇങ്ങനെ വെളിപ്പെട്ടു വരികയാണ്. ഏറ്റവും ഒടുവിൽ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത് ഇന്നത്തെ നമ്മുടെ അറിവിൽ എവിടെയായിരിക്കും? എന്തിലായിരിക്കും? ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കാണാൻ കഴിയുന്നത് നിത്യതയിൽ
അല്പം കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പറയാമോ? നിത്യത എന്ന് പറയുന്നത് ശരിയാണ്. പുത്തൻ ആകാശവും പുത്തൻ ഭൂമി, ഒരു പടി കൂടെ മുമ്പോട്ട്. പുതിയ ജെറൂശലേം. പുതിയ യെരുശലേം. ആ പുതിയ യെരുശലേമിന്റെ മനോഹരമായ നിർമ്മിതിയിൽ, സ്തോത്രം, മനോഹരമായ നിർമ്മിതിയിൽ, നിത്യതയിൽ എന്ന് പറഞ്ഞത് പൊതുവായി ശരിയാണ്. കുറെ കൂടെ വ്യക്തതയോടെ വരികയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ ദൈവജ്ഞാനത്തിന്റെ വെളിപ്പാടായി ഇന്നത്തെ നിലയിൽ, അത് കഴിഞ്ഞും ചിലത് കണ്ടേക്കാം, പക്ഷെ ഇന്ന് നമുക്കറിയാവുന്നത് പോലെയാ പറയുന്നത്, അത് പുതിയ യെരുശലേമിന്റെ പണിയിലാണ്. സ്തോത്രം. നമ്മൾ അതിന്റെ പണിയെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പം മുത്തിന്റെയും രത്നത്തിന്റെയും കാര്യം വിട്, അതൊന്നും പറയാൻ നമ്മളാരും ആളുകളല്ല. ഞാൻ കണ്ടിട്ടുള്ളതിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 5, 10, 25 രൂപയ്ക്കൊക്കെ അലൂമിനിയത്തിന്റെ മോതിരത്തേൽ വെച്ച് വിൽക്കുന്ന ചില നിറമുള്ള കല്ലുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി അഥവാ ആരുടെയിലും ഒക്കെ മോതിരത്തേലെങ്ങാണ് ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിലും മനസ്സിലായിട്ടുമില്ല. നിങ്ങൾ ഒരുപക്ഷെ ചിലരൊക്കെ കുറെ കൂടെ വിലയേറിയ കല്ലുകളെയൊക്കെ കണ്ടിട്ടുണ്ടാകാം. എന്നാലും നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു സാധാരണ ഭാഷയാണ് വീഥികൾ സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കം കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്നുവെന്നുള്ളത്. പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല. Even the streets of the New Jerusalem are made up of pure gold, just as very clear mirror or glass. That means, simply speaking, transparent gold. ചിന്തിച്ചിട്ടുണ്ടോ ട്രാൻസ്പെറന്റ് ഗോൾഡിനെ കുറിച്ച്? സുതാര്യമായ തങ്കം. ഗ്ലാസ് വെച്ചാൽ നമുക്ക് അപ്പുറവും ഇപ്പുറവും കാണാവുന്നത് പോലെ, കണ്ണാടിയിലൂടെ അപ്പുറവും ഇപ്പുറവും കാണുവാൻ കഴിയുന്നത് പോലെ, അപ്പുറവും ഇപ്പുറവും കാണുവാൻ കഴിയുന്ന സുതാര്യമായ തങ്കം. അങ്ങനത്തെ ഒരു തങ്കം ഈ ലോകത്തിൽ ഉണ്ട് എന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. എൻ്റെ അറിവിൽ അങ്ങനെ ഒന്നില്ല. എങ്ങും എഴുതിയും പറഞ്ഞും വായിച്ചും ഒന്നും അറിയില്ല. ഇവിടെ ഇപ്പൊ യോഹന്നാന്റെ പരമാവധി അറിവിൽ ഉള്ള കാര്യമല്ലേ പക്ഷെ പറയുന്നേ? ഇതേപ്പറ്റി യോഹന്നാൻ അറിയാവുന്ന പരമാവധി യോഹന്നാൻ അറിയാവുന്നതല്ല പറയുന്നത്, യോഹന്നാൻ കണ്ട കാര്യമാണ്. തന്റെ കാര്യം അത് താരതമ്യപ്പെടുത്തി പറയുന്നത് സ്വച്ഛ സ്ഫടിക ഇതൊക്കെ പറയുന്നേ തന്റെ മാക്സിമം അറിവിൽ ഉള്ള. യോഹന്നാൻ കണ്ടത് അതുപോലെ തനിക്ക് താരതമ്യപ്പെടുത്താൻ അറിയുന്നതിനോട് താരതമ്യപ്പെടുത്തി പറയുന്നേ ഉള്ളൂ. അതുമല്ല, ഇതൊന്നും യോഹന്നാൻ, നമ്മൾ കഴിഞ്ഞ ദിവസവും വായിച്ചതല്ലേ അപ്പോസ്തലപ്രവൃത്തികൾ 4:13, Acts 4:13. എളുപ്പമൊന്ന് വായിച്ചോ. When they saw the courage of Peter and John and realized that they were unschooled, ordinary men, they were astonished, and they took note that these men had been with Jesus. Israelite religious leaders learned about Peter and John, that they were men who were unschooled and they were
ഓർഡിനറി. പത്രോസിനെയും യോഹന്നാനെയും കുറിച്ച് ഇസ്രായേലിയ മൂപ്പന്മാർ, മതനേതാക്കന്മാർ മനസ്സിലാക്കിയ കാര്യം എന്താണ്? ഇവർ പഠിപ്പില്ലാത്തവരാണ്, ഇല്ലിറ്ററേറ്റ്, അങ്കൂട്ട ഛാപ്പ്, അൺപഡ്, അനാടെ. അവർ പഠിപ്പില്ലാത്തവരാണെന്ന്. സ്തോത്രം. പിന്നെ സാമാന്യരാണെന്ന്, സാധാരണക്കാരാണെന്ന്. സ്തോത്രം. സാധാരണക്കാരാണ്. പറഞ്ഞു വരുന്നത്, ഈ പഠിപ്പില്ലാത്ത ഗലീല കടൽ, കടലൊന്നും അല്ലത്, 10-16 മൈല് മാത്രം നീളമുള്ള ഒരു 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 ലേക്കാ, ഒരു തടാകമാ, കടൽ പോലും അല്ല. അപ്പോ ആ ഒരു കൊച്ചു തടാകത്തിനകത്തെ മീൻ പിടിച്ച് സാധാരണ ജീവിതം നയിക്കുന്ന ഗലീലക്കാരായ, വിദ്യാഭ്യാസമില്ലാത്ത, പഠിത്തമില്ലാത്ത യോഹന്നാൻ എവിടുന്ന ഈ കനകത്തെക്കുറിച്ചും അല്ലെങ്കിൽ രത്നത്തെക്കുറിച്ചും മുത്തുകളെക്കുറിച്ചും ഒക്കെയുള്ള അറിവ്? കണ്ടത് ഇതിനോടൊക്കെ താരതമ്യപ്പെടുത്തി പറയാൻ യോഹന്നാന് കഴിവുണ്ടോ? 12 തരം രത്നങ്ങളുടെ പേര് പറയാൻ 10-30 ചില്ലുവാനം വർഷമായിട്ട് ഉപദേശിയായിരിക്കുന്ന എനിക്ക് ഇതുവരെ ഈ 12 മുത്തുകളുടെ പേരറിയാൻ വയ്യ. സൂര്യകാന്തം, പത്മരാഗം, അങ്ങനെ 2-3 എണ്ണത്തിന്റെ പേര് ഓർഡറിലല്ല, അത് ക്രമത്തിനല്ല പരിചയമുണ്ട്. അതല്ലാതെ എനിക്ക് വായിൽ വരത്തില്ല. അതൊന്നും നോക്കി വായിച്ചെങ്കിലേ പറ്റൂ. ഇത്രയുമൊക്കെ എഴുതി തന്നത് പല ആവർത്തി വായിച്ചിട്ട്, പ്രസംഗിച്ചിട്ട്, പ്രസംഗം കേട്ടിട്ട് നമ്മിൽ പലർക്കും മനസ്സിലാകുന്നില്ല, തലയിൽ കയറുന്നില്ല. എങ്കിൽ ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത യോഹന്നാൻ ഇതുപോലും കണ്ടപ്പോൾ, ഇത് സൂര്യകാന്തമാണ്, ദിസ് ഈസ് ജാസ്പർ, ഇത് പത്മരാഗമാണ്, എഴുതാൻ യോഹന്നാൻ അറിവുണ്ടോ? ഇല്ല. പിന്നെ ഇത് യോഹന്നാൻ എങ്ങനെ എഴുതി വെച്ചു? യോഹന്നാന്റെ അറിവ് കൊണ്ടല്ല, യോഹന്നാന്റെ അനുഭവം കൊണ്ടുമല്ല. 2 കാര്യങ്ങളാണ് അവിടെ. ഒന്ന്, ഇത് ആരുടെ വെളിപ്പാടാ? ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. യോഹന്നാൻ ഇതെങ്ങനെ എഴുതിയത്? It was just being dictated, not even, or rather than seeing and writing, it has been dictated to him. യോഹന്നാൻ ഇത് കണ്ടോണ്ട് തന്റെ അറിവ് വെച്ച് ഇന്നതാണെന്നും പറഞ്ഞ് എഴുതിയതൊന്നുമല്ല. ദാനിയേലിന് അത് വേണം ചെയ്യാൻ പറ്റുമായിരുന്നു. ദാനിയേൽ അങ്ങനെ ചെയ്തത്, കണ്ടതൊക്കെ എഴുതി വെച്ചു. സിംഹത്തെ പോലെ, കരടിയെ പോലെ ഒക്കെ എഴുതി വെച്ചു. ദാനിയേലിന് അത് പറ്റുമായിരുന്നു. പക്ഷെ യോഹന്നാനെ സംബന്ധിച്ച് അത് സാധ്യമേ ആയിരുന്നില്ല. യോഹന്നാനോടൊപ്പം യേശുക്രിസ്തുവിന്റെ പ്രത്യേകാൽ അയക്കപ്പെട്ട ഒരു ദൂതൻ ഉണ്ടായിരുന്നു. ആ ദൂതൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് യോഹന്നാൻ എഴുതി വെച്ചതാ. അല്ലാതെ യോഹന്നാൻ കണ്ടിട്ട് യോഹന്നാന്റെ അറിവ് വെച്ച് മാക്സിമം വെച്ച് എഴുതിയതല്ല. വ്യക്തമായല്ലോ? സ്തോത്രം. അപ്പോൾ പഠിപ്പില്ലാത്ത യോഹന്നാൻ, ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഓർമ്മയുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷവും എവിടുത്തുകാരായിരുന്നു? ഗലീലക്കാർ. ഗലീലക്കാരുടെ പ്രത്യേകതയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലെ ഒരാളായിരുന്നു ഇദ്ദേഹവും. ഗലീലിയൻസ്, ഗലീലക്കാർ.
അപ്പം യോഹന്നാൻ ഇതൊക്കെ കണ്ടു, യോഹന്നാന് പറഞ്ഞു കൊടുത്തു, കേട്ടെഴുതി. കണ്ടും കേട്ടും കൂടായപ്പോൾ യോഹന്നാൻ അതങ്ങ് എഴുതി പിടിപ്പിച്ചു. യോഹന്നാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ 21st സെഞ്ച്വറിയിൽ 21ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ജീവിച്ചിരിക്കുന്ന, ഈ പോസ്റ്റ് മോഡേൺ ഉത്തരാധുനിക യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് ട്രാൻസ്പെറന്റ് ഗോൾഡിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. സ്തോത്രം. അതെങ്ങനെ എന്നുള്ളത്, അതിൻ്റെ ടെക്നോളജിയൊന്നും, അതിൻ്റെ സാങ്കേതികതകളൊന്നും പറഞ്ഞു തരാൻ എനിക്ക് പറ്റില്ല. ഒരുപക്ഷെ ലോകത്തിൽ ആർക്കുമേ സാധ്യമല്ല. അത്രയ്ക്കും ശ്രേഷ്ഠകരമായ പണിയാണ് ദൈവം ശില്പിയായി നിർമ്മിച്ച പുതിയ യെരൂശലേമിൻ്റെത്. അപ്പോൾ നമ്മൾ പറയുന്നത്, ചിന്തിക്കുന്നത്, നിത്യതയിൽ നാം എത്തിയാൽ നാം എന്ത് ചെയ്യും? 5ാമത്തെ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിത്യതയിൽ എത്തുന്ന വിശുദ്ധന്മാർ അവിടെ ഏർപ്പെട്ടിരിക്കുന്ന 5ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിൽ മതിമറന്ന് ജീവിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അതിൽ 2 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മുടെ അറിവിൽ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന അളവിൽ നിന്നുകൊണ്ട് മാത്രം പറയുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനസമ്പൂർണത വെളിപ്പെട്ട ആദ്യത്തെ സംഗതിയാണ് സൃഷ്ടി, പ്രപഞ്ച സൃഷ്ടി. ഒടുവിലായി അത് വെളിപ്പെടുന്നതാണ് പുതിയ യെരൂശലേം എന്ന മഹാ ദൈവത്തിൻ്റെ കാര്യപരിപാടി. സ്തോത്രം. അവിടുത്തെ പണികൾ, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ അളവുകൾ, സ്തോത്രം, അതൊന്നും മാനുഷികമായ ചിന്തകൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാ. ഇത് രണ്ട് അഗ്രങ്ങളിലെ, 2 അറ്റങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ അതിനിടയിൽ ദൈവം പദ്ധതിയിട്ട കാര്യമാണ് ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനമെന്ന് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത്. സ്തോത്രം. നമ്മൾ പലയാവർത്തി പൗലോസ് അപ്പോസ്തലൻ അത്ഭുത പരതന്ത്രനായി കണ്ണും മിഴിച്ച് വായും പിളർന്ന് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. ഓർമ്മ കാണുമല്ലോ. ഇപ്പൊ കുറച്ചു നാളായി നമ്മളത് പറഞ്ഞിട്ടെങ്കിൽ. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. സ്തോത്രം. വാക്യം ഓർമ്മയുണ്ടല്ലോ. റോമാലേഖനം എനിക്ക് മന്ത്രിയായിരുന്നവനാർ. 11:33. വായിച്ചാട്ടെ. ഹാ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. അവൻ മ്യൂട്ടായല്ലോ, മ്യൂട്ടായി പോയി. അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ ജ്ഞാനം അവിടെ പൗലോസ് അപ്പോസ്തലൻ അത്ഭുതപ്പെട്ട് നിൽക്കുക. സ്തോത്രം.
പൗലോസിന്റെ ചിന്തകൾക്ക് വളരെ അതീതമായി തനിക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതുപോലെ സ്തോത്രം അവിടെ പൗലോസ് പറയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ആ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴങ്ങളുടെ മുമ്പിൽ സ്തോത്രം, the richness of God's wisdom and knowledge, അതിന്റെ മുമ്പിൽ പൗലോസ് അത്ഭുതപ്പെട്ട് നിൽക്കുക. അവിടെ ഹാ എന്ന ഒരു പ്രയോഗത്തിൽ ആ തൻ്റെ അത്ഭുതത്തെ അവിടെ ഒതുക്കുക. അതാണ് സ്തോത്രം. അതിനെ വേണ്ടവണ്ണം ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ല. സ്തോത്രം. അപ്പോൾ നാം അവിടെ കാണുന്നത്, പ്രൈസ് ഗോഡ്, ഓ ദ ഡെപ്ത് ഓഫ് ദ റിച്ചസ് ഓഫ് the depth of the riches of the wisdom and knowledge of God. സ്തോത്രം. മലയാളത്തിലെ വാക്യത്തിൽ നിന്നും അല്പം വ്യത്യസ്തമുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്ന് മലയാളത്തിലുണ്ടെങ്കിലും നാം അവിടെ കാണുന്നത് ഹാ ദൈവത്തിന്റെ ജ്ഞാനം, അറിവ് എന്നിവയുടെ ധനത്തിന്റെ ആഴമേ എന്നുള്ളതാണ്. സ്തോത്രം. അതിന്റെ മുമ്പിൽ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന പൗലോസിനെയാണ് നാം കാണുന്നത്. പ്രൈസ് ഗോഡ്. ഹൗ അൺഫാത്തമബിൾ, inscrutable, unsearchable are his judgments, his decisions, and how untraceable, mysterious, undiscoverable are his ways, his methods, his path. Praise God. For who has known the mind of the Lord, and who has understood his thoughts, or who has ever seen his counselor, been his counselor? സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ഇത്ര വലിയ ജ്ഞാനത്തെ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. സ്തോത്രം. ഈ ജ്ഞാനത്തിന്റെ ഏറ്റവും അഗമ്യമായ വെളിപ്പാട് നമുക്ക് എവിടെയാ കിട്ടുന്നത്? ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ തുടക്കവും പ്രദർശനത്തിന്റെ തുടക്കവും ഒടുക്കവും നമ്മൾ കണ്ടു. പക്ഷെ ക്ലൈമാക്സ്, അതിന്റെ പരമകാഷ്ഠ എവിടെയാ? Redemption of humanity. Of course. The climax of the wisdom of God has been explicitly exhibited in redeeming the fallen, sinful humanity. Not just forgiving, but redeeming to a status above from where they fell. ദൈവജ്ഞാനത്തിന്റെ പ്രദർശനം ഏറ്റവും ആരംഭവും അവസാനവും നമുക്ക് കാണാൻ കഴിയുന്നതിന്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടു. പ്രപഞ്ച സൃഷ്ടി മുതൽ പുതിയ യെരുശലേമിന്റെ ആ വിപുലീകരണം വരെ. പക്ഷേ ഇത് രണ്ടിലുമല്ല ദൈവജ്ഞാനത്തിന്റെ പ്രദർശനം ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്നത്. അതിന്റെ ഉത്തുംഗത എന്ന് പറയുന്നത്
യേശുക്രിസ്തുവിലൂടെ സകല സൃഷ്ടികളുടെയും മുമ്പിൽ ദൈവം വെളിപ്പെടുത്തിയ സ്തോത്രം ദൈവ ബഹുവിധമായ ജ്ഞാനത്തിന്റെ വെളിപ്പാടാണ്. അത് നിവർത്തിക്കപ്പെട്ടത് മാനവജാതിയുടെ വീണ്ടെടുപ്പിലാണ്. എന്ന് വെച്ചാൽ പാപത്തിനടിപ്പെട്ട് മരണത്തിന് വിധേയരായി പിശാചിന്റെ അടിമകളായി ദ്രവത്വത്തിന്റെ ദാസന്മാരായി വീണ് തകർന്നു പോയ മനുകുലത്തെ അതേ അവസ്ഥയിൽ നിന്ന് ദൈവം വീണ്ടെടുക്കുന്നു. കേവലം പാപം ക്ഷമിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ പാപക്ഷമ കൊടുത്ത് അവരെ വീണ്ടെടുക്കുന്നു, അവരെ നീതീകരിക്കുന്നു. എന്നിട്ടോ അവർ വീഴുന്നതിന് മുമ്പ് ഏതവസ്ഥയിലായിരുന്നുവോ അതിനേക്കാൾ ഏറെ മടങ്ങ് ഉയർന്ന തേജസ്സിന്റെ അവസ്ഥയിലേക്ക് അവരെ ഉയർത്തി തന്നോടനുരൂപരാക്കി തന്നോടൊപ്പം സ്തോത്രം തന്നോടനുരൂപരാക്കി തന്നോട് ഒപ്പമിരുത്തുന്ന ദൈവീക പദ്ധതി വീണ്ടെടുപ്പിൽ വെളിപ്പെടുത്തി. അത് ഒന്നല്ല, അതിന് പല വഴികൾ പലപ്പോഴായി ദൈവം ചെയ്തു. കൂടെ വരുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. വീണ്ടെടുത്ത് ദൈവം മനുഷ്യനെ ആക്കിയെന്ന് പറയുമ്പോൾ അവൻ വീഴുന്നതിന് മുമ്പായിരുന്ന അവസ്ഥയിലേക്ക് ഉയർത്തിയെന്നല്ല, പിന്നെ സ്തോത്രം അവന്റെ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ അതിശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തി. സ്തോത്രം. സൃഷ്ടിപ്പിന്റെ സമയത്തേക്കാൾ ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുന്നു. സ്തോത്രം. അതാണ് പൗലോസ് ശ്ലീഹ എഫേസ്യർ 3-ാം അധ്യായത്തിൽ പറഞ്ഞത്. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ, ഞാനതിനെ ഇങ്ങനെ പറയട്ടെ, സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ എന്നു മുതൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ കണ്ടോ? സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ ഹൃദയത്തിൽ അനാദികാലം മുതൽ മറച്ചു വെച്ചിരുന്നൊരു പദ്ധതിയുണ്ട്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന ബൃഹത്തായ പദ്ധതി, സ്തോത്രം, ദൈവം ആവിഷ്കരിച്ചത്, അതിന് രൂപം കൊടുത്തത്, അതിന് ഭാവം നൽകിയത്, നിറം കൊടുത്തത് എപ്പോഴാണ്? മനുഷ്യൻ വീണ ശേഷമാണോ? സ്തോത്രം, അല്ല. പിന്നെ എപ്പോഴാ? അനാദികാലത്തിൽ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികൾക്ക് എന്തിനെങ്കിലും എപ്പോഴെങ്കിലും പാളിച്ച പറ്റിയോ? ഇല്ല. ചില ദുരുപദേശകർ ക്ലവറായിട്ട്, വളരെ മനോഹരമായിട്ട് ആൾക്കാർക്ക് അവരെ വഞ്ചിക്കത്തക്ക രീതിയിൽ പറഞ്ഞു പിടിപ്പിക്കാറുണ്ട്. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്ലാൻ ബി ആയിരുന്നു എന്ന്. ഒരിക്കലും അല്ല. സ്തോത്രം. It was plan A. God did not have a plan B. ദൈവത്തിന് ഒരു പ്ലാൻ ബി ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല.
ദൈവത്തിന് പ്ലാൻ എ മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ. സ്തോത്രം. ദുരുപദേശകന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ രണ്ടാമത്തെ പദ്ധതിയായിരുന്നു, പ്ലാൻ ബി ആയിരുന്നു നമ്മുടെ വീണ്ടെടുപ്പെന്ന്. കാരണം പ്ലാൻ എ പാളിപ്പോയെന്ന്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്ലാനുകൾക്കൊന്നിനും പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല. അഥവാ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈവം ദൈവമേ അല്ല. സ്തോത്രം. അതുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമോ അവൻ പാപത്തിൽ വീണ ശേഷമോ വീണ്ടെടുപ്പിനെ കുറിച്ച് ദൈവം ചിന്തിക്കാതെ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ ക്രമപ്പെടുത്തിയത്. അതിൻ്റെ ചെറിയ സൂചനകൾ, ലാഞ്ചനകൾ നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വായിച്ച വേദഭാഗം എഫേസ്യർ 3:9, 10, 11 വാക്യങ്ങൾ ആ കാര്യം വ്യക്തമാക്കുന്നു. 10ഉം 11ഉമേ വായിച്ചുള്ളൂ, 9 ഞാൻ പറഞ്ഞു. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മം. സ്തോത്രം. 10ഉം 11ഉം വാക്യങ്ങളിൽ നമ്മൾ മറ്റു 2 കാര്യങ്ങൾ കാണുന്നു. അതിലൊന്ന് നമ്മൾ ചിന്തിച്ചു, അതാണ് ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം. മറ്റൊരു പദം അവിടെ ഉണ്ട്, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അനാദി നിർണയം, ഇറ്റേണൽ പർപ്പസ്. സ്തോത്രം. നാം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി പിതാവായ ദൈവം ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത്, the Father purposed our redemption even before he laid foundations of the world. ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവായ ദൈവം നമ്മുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതി ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 2:7-8 വാക്യങ്ങളിൽ, 1 Corinthians 2:7-8, അവിടെ നമ്മൾ കാണുന്നു, സകല സൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിനായി ദൈവം മുന്നൊരുക്കിയിരുന്നു എന്ന്. സകല സൃഷ്ടിക്ക് മുമ്പേ, എല്ലാ അർത്ഥം ഒന്ന് തന്നെയാ കേട്ടോ. സകല സൃഷ്ടിക്ക് മുമ്പേ. എഫേസ്യർ 1:4, ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. പത്രോസ് 1:20, അവൻ ലോക സൃഷ്ടിക്ക് മുമ്പേ മുന്നറിയപ്പെട്ടവനായിരുന്നു. He was foreknown even before the creations. സ്തോത്രം. തീത്തോസ് 1:2 നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടും പഠിച്ചിട്ടുണ്ട്. ടൈറ്റസ് 1:2 അവിടെ കാണുന്നു, ബിഫോർ ടൈം ബിഗാൻ, ഭോഷ്കില്ലാത്ത ദൈവം നമുക്ക് നിത്യജീവന്റെ വാഗ്ദത്തം തന്നത് എപ്പോഴാണെന്ന്, സകല കാലത്തിനും മുമ്പേ. ഇങ്ങനെ സ്തോത്രം. ദൈവത്തിൻ്റെ ജ്ഞാനം ഏറ്റവും അഗമ്യമായി വെളിപ്പെടുന്നത് നമ്മുടെ വീണ്ടെടുപ്പിലാണ്. ഇപ്പൊ സൃഷ്ടി മുതൽ
വീണ്ടെടുപ്പിലൂടെ, സ്തോത്രം, പുതിയ യെരുശലേമിന്റെ പണി വരെ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനത്തിൻ വെളിപ്പാട് നമുക്ക് കാണാം. സ്തോത്രം. ഇന്ന് നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞു വിടുന്നേ ഉള്ളൂ, ശരിക്ക് നമ്മുടെ അകത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. ചില പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്ത് ചിലപ്പം ഭൂമിക്ക് മുകളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യും. എന്നാലും കുഴിച്ചു ചെന്നാൽ ഒരടി 1.5 അടിയൊക്കെ വെള്ളം പിടിച്ചിട്ടുണ്ടാവൂ, ബാക്കിയൊക്കെ ഉണങ്ങിക്കിടക്കുന്നത് കാണാം. മഴ പെയ്തു, മുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, പക്ഷേ അല്പം മാത്രമേ ആ വെള്ളത്തിന്റെ നനവ് താഴേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഇതുപോലെ ഇതൊക്കെ നമ്മൾ മനഃപ്പാഠമായിട്ടൊക്കെ വേണമെങ്കിൽ അങ്ങ് പറയും, അല്പം ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പറയാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ അകത്തളങ്ങളിലേക്ക് ഇതൊന്നും വേണ്ടതുപോലെ ഇറങ്ങിയിട്ടില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുമാറ്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന പരിസരബോധം നഷ്ടപ്പെടുത്തുമാറ് ഈ ദൈവിക ജ്ഞാനത്തിൻ്റെ ചിന്തകൾ നമ്മെ സ്വാധീനിച്ചിട്ടില്ല. ഉണ്ടോ? സ്തോത്രം. ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചപ്പോഴാ ഏതോ ഒരു വാർത്ത കേൾക്കുന്നത്. ചിലപ്പോൾ ആരുടെയെങ്കിലും മരണവാർത്തയാകാം, എന്തെങ്കിലും ഒരു നഷ്ടവാർത്തയാകാം. വായിലിട്ട ഭക്ഷണം ചവയ്ക്കാൻ മറന്നു പോകാറില്ലേ? ചിലപ്പോൾ നമുക്കൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ അത്. ചില ദുഃഖത്തിൻ്റെ ചില പ്രത്യേക വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പ്രജ്ഞയറ്റവരായി തീരുന്നത് പോലെ തോന്നിയിട്ടില്ലേ? അതുപോലെ കാണും ദൈവജ്ഞാനത്തെ, ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ പരിസരബോധം നഷ്ടപ്പെട്ടവരായി, വായിൽ ഇട്ട ഭക്ഷണം ചവയ്ക്കാൻ മറന്നുപോയവരായി, മുമ്പിൽ വെച്ച് ആഹാരം കഴിക്കാൻ മറന്നുപോയവരായി തീർന്നിട്ടുണ്ടോ? സ്തോത്രം. നാം നിത്യതയിലെത്തിയാൽ ചെയ്യുന്ന 5-ാമത്തെ കാര്യം, ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മെ അത്ഭുതപ്പെടുത്തും. നിത്യത കൊണ്ടും അത് മുഴുവൻ നാം ഗ്രഹിച്ചു തീരുകയില്ല. നാം അതിൽ അത്ഭുതപ്പെടും. ആ അത്ഭുതം തോന്നുമ്പോഴും നാം 3-ാമത്തെ പാട്ട് പാടും. എന്തിനെക്കുറിച്ചുള്ള പാട്ടാ? ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചുള്ള പാട്ട്. അത് സൃഷ്ടിയിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ നിമിത്തമോ പുതിയ യെരുശലേമിന്റെ മനോഹാരിത നിമിത്തമോ ആയിരിക്കില്ല. പകരം ഞാൻ ഈ പറഞ്ഞതുപോലെ പാപികളായ നമ്മിലൂടെ, സ്തോത്രം, ബലഹീനരായിരുന്ന മൺപാത്രങ്ങളായ നമ്മിലൂടെ എങ്ങനെയാണോ ദൈവം സാത്താനെയും അവന്റെ സാമ്രാജ്യത്തെയും തകിടം മറിച്ചത്, നമുക്ക് നഷ്ടപ്പെട്ടതിനേക്കാളേറെ കൂടുതൽ യേശുക്രിസ്തുവിലൂടെ എങ്ങനെയാണോ തിരിച്ചു തന്നത്, ഇതൊക്കെ ഓർത്താൽ, സ്തോത്രം, നിത്യതയും നന്ദി ചൊല്ലി തീർക്കാൻ കഴിയില്ല. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? സ്തോത്രം. ഒന്നുമില്ലെങ്കിൽ നമുക്കിന്ന് ഇവിടെ നിർത്താം. ഇപ്പോഴേ
നമുക്ക് കർത്താവിൻ്റെ ജ്ഞാനത്തിൽ അത്ഭുതപരതന്ത്രരായി കർത്താവിനെ വാഴ്ത്തുവാൻ ഇടവരട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിനെ നേരിൽ കണ്ട് ആ കർത്താവിൻ്റെ സ്തോത്രം ജ്ഞാനത്തെ ഗ്രഹിച്ച് നിത്യത മുഴുവനും അവനെ വാഴ്ത്തുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.